ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തെന്മലക്കടുത്തുള്ള ഒറ്റക്കൽ തടയണയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂരാണ്. അതായത് നമ്മളിപ്പോൾ തൂക്കുപാലം എത്താറായി. പുനലൂരിലുള്ള തൂക്കുപാലം എത്താറായി. നമുക്ക് തൂക്കുപാലത്തിലെ കാഴ്ചകൾ ആദ്യം കാണാം. എന്നിട്ട് നേരെ നമുക്ക് തെന്മല പോകാം. തെന്മല നേരെ മാമ്പഴത്തറ വ്യൂ പോയിന്റിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തൂക്കുപാലം എത്താറായി. ദൂരെ കാണുന്നതാണ് തൂക്കുപാലം. നമുക്ക് തൂക്കുപാലത്തിലേക്ക് ഒന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തെന്മലയ്ക്ക് പോവാം. കണ്ടോ, തൂക്കുപാലമാണിത്. ഈ പാലം വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതാണ് തൂക്കുപാലം. 1877 ഈ തൂക്കുപാലം നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാരാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല ബലമാണ്. ഈ അടുത്തൊക്കെ ഇത് നല്ലോണം മെയിൻ്റെനൻസ് ചെയ്തേ ഉള്ളൂ. ഇതാണ് തൂക്കുപാലം. നമുക്ക് തൂക്കുപാലത്തിൽ ഇറങ്ങി അവിടുത്തെ ചെറിയൊരു കാഴ്ചകൾ കാണാം. എന്നിട്ട് നേരെ തെന്മലയ്ക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തൂക്കുപാലത്തിലാണ്. പുനലൂരിലുള്ള തൂക്കുപാലമാണിത്. നമുക്ക് അവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് നേരെ നമുക്ക് ഇതാണ് തൂക്കുപാലം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൂക്കുപാലമാണിത്. ഇതാ തൂക്കുപാലത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഇത് കണ്ട ഈ തടികൾ കണ്ട, വർഷങ്ങളോളം പഴക്കമുള്ള തടികളാണിതൊക്കെ. കണ്ടോ, സൗണ്ട് കേട്ടോ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച തടികളാണിതൊക്കെ. ഇതാണ് പ്രത്യേകത. 1877 ഇത് നിർമ്മാണം. ഇതിൻ്റെ താഴെ കൂടെ കണ്ട ഒരു ചെറിയൊരു ഒഴുകുന്ന കണ്ടോ, ആറ് പോലെ ഉണ്ടോ. ഈ തൊട്ടപ്പുറയുള്ള ഈ ബ്രിഡ്ജ് കണ്ടോ, അതിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കണ്ടോ, അതിൽ തന്നെ അത് നിർമ്മിച്ച വർഷം കഴിഞ്ഞിട്ടുണ്ട്. കല്ലുകളൊക്കെ നോക്കി. ഇതിൽ തൂക്കുപാലത്തിലൊരു കവാടമാണിത്. അത് കടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ദൂരെ അടുത്ത കവാടം കാണാം. ഇതാണ് തൂക്കുപാലം. ഈ സൈഡിലുള്ള ഇരുമ്പുകളൊക്കെ കണ്ടോ, എന്ത് ബലത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കി. അന്നത്തെ ബ്രിട്ടീഷ് നിർമ്മിതിയാണ് ഇതൊക്കെ. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. ഇത്രയും വർഷത്തെ പഴക്കമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. തടികളുടെയൊക്കെ കനം കണ്ടു, എന്ത് കനവാണ് നോക്കി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കുറേ വ്യൂസൊക്കെ കാണാൻ കണ്ടോ. ദൂരെ നോക്കി ആ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ. കണ്ടിട്ട് ട്രെയിൻ പോകണ ഭാഗമാണെന്ന് തോന്നുന്നു. അതിൽ കൂടെ അത് ദൂരെ കാണുന്ന ബ്രിഡ്ജ്. പിന്നെ അതുപോലെ ചെറിയൊരു ആറ് പോലെ ഉണ്ടോ ഒഴുകി വരുന്നതാണ്. ഇത് കല്ലടയാറാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഉണ്ണി നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ. അതാണ് നമ്മുടെ സാരഥി. പാലത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ. തൂക്കുപാലം. ഈ പാലം കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ്. കാരണം നോക്കി എന്ത് കനമാണെന്ന് നോക്കി. തടികൾക്കൊക്കെ എത്രയോ വർഷത്തെ പഴക്കമുള്ള തടികളാണ്. പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഈ പാലത്തിൽ. എന്ത് പ്രത്യേകം. അതേപോലെ ഇതിൻ്റെ കല്ലുകളൊക്കെ നോക്കി, എന്ത് ഇതായിട്ടുള്ള കല്ലുകളൊക്കെയാണ് നോക്കി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലുകളൊക്കെയാണ്. കണ്ടോ, എത്ര നാട് വേണേലും ഇതൊക്കെ ഇരിക്കും. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതി. നമ്മുടെ തൂക്കുപാലത്തിലെ കാഴ്ചകൾ. അപ്പം ഞങ്ങളിനി നേരെ തെന്മലക്കല്ലേ, നമ്മളിനി തെന്മലക്കാണ് ഞങ്ങൾ പോണത്. അവിടെ ചെന്നിട്ട് നേരെ മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടാണ് പോണത്. നമുക്കിനി തെന്മല ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട് നേരെ മാമ്പഴത്തറ റൂട്ടിലോട്ട് പോകാം. ഇനി ഇടയ്ക്ക് ഞങ്ങളുടെ റൂട്ട് മാറുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വഴി നിങ്ങൾ കണ്ടു നോക്കൂ.
ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ തെന്മലയ്ക്ക് പോവാണ്. തെന്മലയ്ക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് തെന്മലയ്ക്കുള്ള റൂട്ട്. കണ്ടോ? ഇതിലെ ഞങ്ങൾ പോകണത് ഈ റെയിൽവേ ക്രോസിൻ്റെ താഴെ കൂടെ വേണം പോകാൻ. തെന്മലയ്ക്കുള്ള റൂട്ടാണിത്. പൈനാപ്പിൾ കൃഷിയാണ്. കണ്ടോ? മൊത്തം പൈനാപ്പിൾ നടന്നുണ്ട്. ഇതാണ് പൈനാപ്പിൾ. ഓരോ ഭാഗങ്ങളിലും ഓരോ കുന്നുകളിലൊക്കെ ആയിട്ടാണ് പൈനാപ്പിൾ നടന്നത്. ഇതൊക്കെ ആ ഒരു അപൂർവ കാഴ്ചയാണ്. മൊത്തം നടുകയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 10-16 കിലോമീറ്റർ കൂടെ ഉള്ളൂ തെന്മല ഭാഗത്തേക്ക്. അതുപോലെ അടിപൊളി വ്യൂ ആണ്. ആകാശത്തിൽ നിറം തന്നെ നോക്കി, എന്താ ഭംഗി. ഒരു അപൂർവ കാഴ്ചയാണിത്. ഏതൊക്കെ ഉണ്ട് അടിപൊളി ഒരു സ്ഥലം. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല കേട്ടോ. ഇത് കണ്ടോ? അത് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പറയുന്നത്. കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഇവിടെ. ഉണ്ടോ? രക്ഷയില്ലാത്ത സ്ഥലമാണ്. ദൂരെ നോക്കി കുന്നുകൾ കണ്ടോ? എത്ര കുന്നുകളുണ്ടെന്ന് നോക്കി, ശ്രദ്ധിച്ച് നോക്കി. എന്താ ചിലയിടങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാം മഞ്ഞിറങ്ങിയ പോലെയുള്ള കാഴ്ചകളാണ്. അതിന് മുന്നോട്ട് പോകാം. ആ തെന്മലയ്ക്ക് പോകുന്ന വഴി കണ്ട ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണിത്. കണ്ടോ? എന്താ ഭംഗിയെന്ന് നോക്കി ഇവിടെയൊക്കെ. നല്ല അടിപൊളി റൂട്ടാണ് ഇവിടെയൊക്കെ. നല്ല വളവും തിരിവൊക്കെയാണ് ഇവിടെ. കണ്ടോ? വളവും തിരിവൊക്കെയാണ് ഈ പോകുന്ന റൂട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഉച്ച സമയമായിട്ട് നല്ല തണുപ്പുണ്ട് ഇവിടെയൊക്കെ. നമുക്ക് നല്ല കൂളിങ്ങാണ് ഇവിടെ. ഞാനിവിടുത്തെ മറ്റൊരു പ്രത്യേകത, അടിപൊളി വ്യൂ ആണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ്. ഇതുണ്ടോ? വെള്ളം ഒഴുകി വരുന്ന നോക്കിയാൽ. ഇപ്പോൾ വേനൽക്കാലമായിട്ട് തന്നെ ഇങ്ങനെ ഉറവ വറ്റാതെ കിടക്കുന്നതുണ്ടോ? അപ്പോൾ മഴക്കാലത്തുള്ള ഇതെന്തോ ആയിരിക്കും. ഇപ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തെ കാര്യം. ഇപ്പോൾ വേനലില്ല കണ്ടോ? ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഉറവ വറ്റാതെ വെള്ളം വരും. ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഒറ്റയ്ക്കലെ ലൂക്ക് ഔട്ടിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തെന്മലക്കടുത്തുള്ള ഒറ്റയ്ക്കൽ ഭാഗത്താണ്. തെന്മല ഡാമിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇവിടെ വെള്ളം കുറവാണെങ്കിലും എന്ത് ഭംഗിയാണ്. ഇനി നേരെ ഇത് ഒറ്റയ്ക്കൽ തടയണയുടെ ഭാഗത്തോട്ടാണ് പോണത്. തെന്മലയിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് വെള്ളം ഒഴുകി വരുന്നത്. സാധാരണ ഇങ്ങനെയൊന്നുമല്ല. നല്ല വെള്ളമുള്ളപ്പോൾ ഈ കാണുന്നത്, ആ ദൂരെ കാണുന്ന ഭാഗമൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്, വേനൽക്കാലം കൂടി ആയതുകൊണ്ടാണ്. നമുക്കിനി തടയണയുടെ ഭാഗത്തോട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ചുകൂടി കാഴ്ചകൾ കാണാം. ഇത് ഒറ്റയ്ക്ക് തടയണയുടെ അടുത്തുള്ള ഭാഗമാണ്. ഇതിലെ കൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്.
ഭംഗിയാണെന്ന് നോക്കി. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ പോലെ കിടക്കുന്നതുണ്ടോ, എന്താ ഭംഗിയെന്ന് നോക്കിയേ. അതുപോലെ ഇവിടേക്ക് വെള്ളം കുറവാണ്, കണ്ടോ, വറ്റി വരണ്ട് കിടക്കുന്ന പോലെയാണ്. ഇപ്പോൾ വേനൽക്കാലമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ദൂരെ കാണുന്ന പാറ കണ്ടോ, അതിൻ്റെ അവിടെ ഉള്ള വ്യത്യാസം നോക്കിയേ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്ന് നോക്കിയേ. ആ പാറയുടെ വെള്ളം പോലെ കണ്ടോ, അവിടം വരെ വെള്ളം നിറയും. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് വറ്റി കിടക്കുന്നത്. ആ നിറവ്യത്യാസം കണ്ടോ പാറയുടെ. നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് അത്. കണ്ടോ, ഇത് പാറയുടെ വലിപ്പം തന്നെയുണ്ട്. നോക്കിയേ, ഈ ഒരു പാറയുടെ തന്നെ വലിപ്പം നോക്കിയേ. എന്താ ഭംഗി. ഇതൊക്കെയാണ് ഒറ്റയ്ക്കല് പ്രത്യേകത. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്കിനി കാണാനുള്ളത്. കണ്ടോ, ഈ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയുള്ള വ്യൂ ആണിത്. നോക്കിയേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. എന്താ ഭംഗിയെന്ന് നോക്കിയേ. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. നമ്മൾ തടയണയുടെ മുകളിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. നമുക്കിനി താഴോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ താഴത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തടയണയുടെ താഴത്തെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന ഭാഗത്തൂടേക്ക് വെള്ളം ഒഴുകി വിടുന്ന ഭാഗമാണ് ഇതൊക്കെ. ഇപ്പോൾ ഇവിടെ വെള്ളം വളരെ കുറവാണ്. ഇപ്പോൾ വറ്റി വരേണ്ട അവസ്ഥയിലാണിപ്പോൾ. വേനൽക്കാലം കൂടെയല്ലേ. നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ തടയണയുടെ താഴത്തെ മൊത്തത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം വറ്റി വരേണ്ട അവസ്ഥയിലാണിപ്പോൾ. നോക്കിക്കേ, അതിൻ്റെ അങ്ങേ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ജലം ഒഴുകി പോകുന്നത്. ബാക്കി എല്ലായിടത്തും വറ്റി വരണ്ട് കിടക്കുകയാണ്. സാധാരണ മഴക്കാലത്ത് ഇങ്ങനെയൊന്നും അല്ല, ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയാണ് മഴക്കാലത്ത്. നോക്കിക്കേ, പാറകളൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നു. ഇതിൽ കൂടെ മുന്നോട്ട് പിന്നെ നമുക്ക് കുറച്ച് പോകാൻ പറ്റും. തൽക്കാലത്തേക്ക് നമുക്ക് തടയണയുടെ മുകളിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ മുകളിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ബോർഡ് നമുക്ക് കാണാം. ഇവിടുത്തെ ഷട്ടറിൻ്റെ ലെവലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ലുക്കൗട്ടിലൂടെയുള്ള കാഴ്ച വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ തടയണയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. തടയണയുടെ മുകളിലത്തെ കാഴ്ചകളാണ് നമുക്കിനി കാണാനുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, കല്ലടയാറിന് കുറുകെയാണ് ഈ തടയണ നിർമ്മിച്ചിരിക്കുന്നത്. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് തടയണ നിർമ്മിച്ചത്.
കല്ലട ഇറിഗേഷണൽ ആൻഡ് ട്രീ ക്രോപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ കീഴിലാണ് ഇതിൻ്റെ നിർമ്മാണം. എന്താ ഭംഗി അല്ലേ, നോക്കിയേ. നമ്മളിതിന് മുകളിലോട്ട് വരുംതോറുമുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലമായിട്ട് എന്താ ഭംഗി, ഇങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് എന്തോ ആയിരിക്കും. നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കാഴ്ചകൾ കാണാം. നമ്മൾ ആ കാണുന്ന ഭാഗത്താണ് നേരത്തെ പോയത്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കണ്ടത്. കണ്ടോ വെള്ളം ഒഴുകിയായിരുന്നു നോക്കി. ഈ ഒഴുകിക്കൊണ്ട് വെള്ളം കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലോട്ടും ഈ വെള്ളം പോകും. ചെറിയ കനാലുകളിലൂടെയൊക്കെ പോകുന്ന ഈ വെള്ളമാണ്, ഈ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് കനാലിലൂടെയൊക്കെ പോകുന്നത്. വെള്ളം തുറന്നിട്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ. അത് ഒരു ഷട്ടറേ തുറന്നിട്ടുണ്ട്, ചെറിയ രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് വ്യൂ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി പോകുന്നത് തെന്മല പരപ്പാർ ഡാമിലും പിന്നെ അതുപോലെ മാമ്പഴത്തറ വ്യൂ പോയിന്റിലുമാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.